ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു ടാറ്റ മോട്ടോഴ്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. ടാറ്റ മോട്ടോഴ്സ് നമുക്കറിയാലോ, വാഹനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. കാറ് മുതൽ ട്രക്ക് വരെ എല്ലാത്തരം വാഹനങ്ങളും അവരുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ വിക്കിപീഡിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവർ എന്നാ അത് ഹിസ്റ്ററി ഫൗണ്ട് ചെയ്തത് 1945 ഉണ്ടാക്കിയ കമ്പനിയാണ്. അതിനുശേഷം ഈ വണ്ടി സിറ, പിന്നെ സുമോ, ഇന്ദിക്ക, പിന്നെ ട്രക്കുകൾ, എല്ലാത്തരം വാഹനങ്ങളും ഇവരുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നല്ല സെയിലുള്ള കമ്പനിയാണ്. നിങ്ങൾക്കറിയാലോ ഇവരുടെ വാഹനങ്ങൾ ഇപ്പോഴും ഒരുപാട് കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ നെക്സോൺ EV ഉണ്ട്, ഹാരിയർ, അൾട്രോസ്. ഇപ്പോൾ EV വെഹിക്കിൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ ടാറ്റയ്ക്ക്. നല്ല ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം എന്ത് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ അതിൻ്റെ ചാർട്ട് പരിശോധിക്കണം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടിൽ നോക്കുമ്പോൾ എന്ത് മനസ്സിലാവും? ഞാൻ ആദ്യം കുറച്ച് ലൈനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ആക്കി ചെയ്യാൻ പോവാണേ. എല്ലാം റിമൂവ് ചെയ്യുന്നത് എല്ലാം ഞാൻ റിമൂവ് ചെയ്തു. ഇനി ആദ്യം മുതൽ നമ്മൾ വരച്ചത് ക്ലീനാക്കി വരച്ച് എടുക്കണം. അതിന് ഇവിടെ എക്സ്റ്റൻഡഡ് ലൈനോടെ എനിക്ക് നമുക്ക് കാണുന്ന സമയത്ത് ഇപ്പോൾ മന്ത്ലി ചാർട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഏറ്റവും വലുതല്ല, മന്ത്ലിയാണ്, ഒരു മീഡിയം. അത് എടുത്തിട്ട് ഞാനൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കും. നമുക്ക് മനസ്സിലൊരു ഏകദേശം തോന്നുന്ന രീതിയിൽ വരയ്ക്കണം. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. എന്നാലും നമുക്കൊരു കറക്റ്റ് ആവുന്നില്ല. അപ്പം നമ്മൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ പോയിൻ്റ് ഇവിടേക്കും എടുത്ത് വെച്ചിട്ട് ഒന്ന് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ കണ്ടോ, ഈ ലൈന് ഇവിടെ തട്ടിയ സമയത്ത് ഇവിടെ ഒരു ലൈനിലേക്കാണല്ലോ ഇത് വന്ന് തട്ടിയത്. അതിനുശേഷം ഇത് മുകളിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു ലൈന് കറക്റ്റാണ് നമ്മൾ വരച്ചത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കും. അതായത് ഈ പോയിൻ്റിൽ നിന്നും ഈ പോയിന്റിലേക്കാണ് നമ്മൾ വരക്കുന്നത്. ഏകദേശം കറക്റ്റല്ല, ഒരു ഏകദേശം ഈ ഒരു പാറ്റേണിലാണ്, ഈ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എവിടേക്ക് കാണുന്നുണ്ട്, ഇവിടെ ടച്ച് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ മുകളിലും വരയ്ക്കണം. ആദ്യം മുതലേ ഞാൻ വരച്ച് നോക്കും. ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം പോയേക്കുന്നത് ഒരു വഴിയിലൂടെയാണ്. ഞാൻ ഈ റെഡൊന്ന് ആദ്യം ഡിലീറ്റ് ആക്കിയാണ്. കണ്ടോ, ഇത് പോകുന്നൊരു പോക്ക് കണ്ടോ, ഈ ഒരു രീതിയിലൂടെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് താന്ന് വരികയാണെങ്കിലും ഇവിടെ വരെ ഇത് വരും. ഇതിനി വരികയാണെങ്കിൽ തന്നെ ഇതിങ്ങനെ വന്ന് ചിലപ്പോൾ ഒന്ന് താഴെ വരെ വരാം. അന്ന് സെയിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ഇവിടുന്ന് വാങ്ങണം, എന്തായാലും വാങ്ങണം. കമ്പനിയുടെ അന്നത്തെ സ്ഥിതി അനുസരിച്ച് നമ്മൾ വാങ്ങിയിരിക്കണം. നല്ല കമ്പനിയാണെങ്കിൽ വാങ്ങണം. കമ്പനി ബാങ്ക്രപ്റ്റിലേക്ക് പോയോ ഇല്ലയോ എന്ന് നമുക്ക് അവിടെ എത്തുമ്പോൾ അന്ന് പരിശോധിച്ചാലും മനസ്സിലാവും. അങ്ങനെ ഇപ്പോൾ ഇത് വാങ്ങാൻ എനിക്ക് കഴിയില്ല. കാരണം ഇത് ഓവർ വാല്യൂഡ് ആയി നിൽക്കുകയാണ്. കാരണം ഇതൊരു റെസിസ്റ്റൻ്റാണ്. ഇവിടെ തട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇത്. ഒന്നില്ലെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ടായി താഴോട്ട് വരാം, അല്ലെങ്കിൽ ഇതൊരു സപ്പോർട്ട് എടുത്തിട്ട് ഇവിടുന്ന് മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. അത് ചിലപ്പോൾ അതിനൊരു താഴ്ച ഉണ്ടാവില്ല. ഇനി ചിലപ്പോൾ അത് മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെ ഇത് പോകാൻ സാധ്യത ഉണ്ട്. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇതിൽ നിന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഈ ഒരു ചാർട്ടിൽ നിന്ന്. കാരണം ഏത് രീതിയിലേക്കും ഇതിൻ്റെ പോക്ക് മാറാം. ഇതിലെല്ലാം കൺഫേം ചെയ്തിട്ട് നമുക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ലോസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്.